സംഭവത്തിന്റെ നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചു എന്നത് തീർത്തു പറയാനുള്ള ദൃശ്യങ്ങൾ ലഭ്യമല്ല. മന്ത്രിക്ക് നേരെ KSU പ്രവർത്തകർ ഓടിയെടുക്കുന്നത് ദൃശ്യങ്ങളിലുണ്ടെങ്കിലും കയ്യേറ്റം ചെയ്യുന്നത് വ്യക്തമല്ല. ദൃശ്യങ്ങളെക്കുറിച്ച് മുഹമ്മദ് നൌഫൽ വിശദീകരിക്കാനായി ചേരുകയാണ്. നൌഫൽ, എല്ലാ ദൃശ്യങ്ങളും പരിശോധിക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് വിലയിരുത്താൻ കഴിയുന്നത്? ദിവ്യ, സംസ്ഥാനത്തെ ഒരു വനിതാ മന്ത്രിക്ക് നേരെ കയ്യേറ്റം നടന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക തന്നെ വേണം. പക്ഷേ നമുക്ക് ഇപ്പോൾ അത് എന്താണ് സംഭവിച്ചതെന്ന് തീർത്തു പറയാൻ സാധ്യമല്ല. നമ്മുടെ മുന്നിലുള്ളത് കുറേ ദൃശ്യങ്ങളും മന്ത്രിയുടെ പ്രതികരണവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ഒന്ന് പരിശോധിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ ഇന്ന് ഒരുപാട് ദൃശ്യങ്ങൾ നമ്മുടെ മീഡിയ വണ്ണിൽ തന്നെ നമ്മൾ കണ്ടു. ആ ദൃശ്യങ്ങളൊന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ മാത്രമാണ്, അതായത് കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഇത് ഓൾറെഡി ആളുകൾ കണ്ട ദൃശ്യങ്ങൾ തന്നെയായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം 3:10 കൂടിയാണ് മന്ത്രി വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അതിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവരുടെ കൂടെ ഗൺമാൻ ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെ സ്റ്റേഷനിൽ നിരവധി പോലീസുകാരുണ്ട്. ഏകദേശം 20ഓളം പോലീസുകാർ മന്ത്രിയുടെ അകമ്പടി സേവിക്കുന്നുണ്ട്. അവരെല്ലാവരും മന്ത്രിയെ സ്വീകരിക്കുന്നു. മന്ത്രിയുടെ മുന്നിലും പിറകിലുമായി അവർ അണിനിരക്കുന്നുണ്ട്. തുടർന്ന് അവർ സാധനങ്ങളെല്ലാം എടുത്ത് റെയിൽവേ സ്റ്റേഷനകത്തേക്ക് പോവുകയാണ്. ആ സമയത്തൊന്നും ആ ഭാഗത്തൊന്നും KSU പ്രവർത്തകരെ ആരെയും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ എവിടെയും കാണാൻ സാധിക്കില്ല. തുടർന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ മന്ത്രി സ്റ്റേഷനകത്തേക്ക് പുറപ്പെടുകയാണ്. പോലീസുകാരും അങ്ങനെ ഒരു വലിയ ഒരു പ്രതിഷേധം അവിടെ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് അവരുടെ മുഖങ്ങൾ. പക്ഷേ പെട്ടെന്ന് ഈ ദൃശ്യങ്ങൾ കാണാം. പെട്ടെന്ന് 2 KSU പ്രവർത്തകർ കരിങ്കൊടിയുമായി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ മന്ത്രി എവിടെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് തൊട്ട് പിറകിലായി മന്ത്രി ഉണ്ട് എന്നുള്ളത് അല്പസമയത്തിനകം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ KSU പ്രവർത്തകർ അവിടേക്ക് വരുന്നു. തൊട്ടുടനെ മന്ത്രിയുടെ ദൃശ്യം ഇപ്പോൾ നമുക്ക് തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് കുറച്ച് പുറകിലായിട്ട് നമുക്ക് മന്ത്രിയുടെ ദൃശ്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ഒന്നുകൂടി ഞാനത് പ്ലേ ചെയ്യാം. അതായത് ഈ KSU പ്രവർത്തകരെ പോലീസ് പിടിച്ചു മാറ്റും. തൊട്ടുപുറകിൽ മന്ത്രിയെ വട്ടം പിടിച്ച് പോലീസുകാർ നിൽക്കുന്നുണ്ട്. അതായത് മന്ത്രി അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. മന്ത്രി പക്ഷേ അവരോട് പിന്നീട് തട്ടിക്കയറുന്ന രംഗമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതായത് മന്ത്രി പോലീസ് പിടികൂടിയ ആ KSU പ്രവർത്തകർക്ക് നേരെ മന്ത്രി ആക്രോശിക്കുന്നു. മന്ത്രിയുടെ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് കുറച്ചുകൂടി ചെറിയ ഒരു ആംഗിൾ മാറ്റം അടുത്ത ദൃശ്യത്തിൽ നമുക്ക് കാണാം. അപ്പോൾ അതിൽ മന്ത്രി എവിടെയാണെന്നുള്ള കുറച്ചുകൂടി വ്യക്തമായി കാണാം എന്നുള്ളതാണ് ഈ ദൃശ്യത്തിൻ്റെ ഒരു പ്രത്യേകത. പ്രതിഷേധക്കാർ വരുന്നു. അവരെ പോലീസ് അപ്പോൾ തന്നെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇനി ക്യാമറ കുറച്ച് അല്പം പുറകോട്ട് പോകുന്നുണ്ട്. പുറകോട്ട് പോകുമ്പോഴാണ് മന്ത്രിയെ അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഈ പ്രതിഷേധക്കാരും മന്ത്രിയും തമ്മിൽ വലിയ അകലത്തിലാണ് നിൽക്കുന്നത് എന്നാണ് ഈ ദൃശ്യം തെളിയിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷമാണ് മന്ത്രി അവിടെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ വരുന്നത് അറിഞ്ഞാണ് ഇവരൊക്കെ ഇവിടെ എത്തിയത് എന്ന് മന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനു ശേഷം മന്ത്രി വളരെ അവശയായി നമ്മൾ മന്ത്രിയെ കാണുന്നുണ്ട്. അവർ കഴുത്തിനൊക്കെ വളരെ വേദന അനുഭവപ്പെടുന്ന രീതിയിൽ അവരവിടെ ഇരിക്കുകയും അവരുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. തനിക്ക് വലിയ വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് കഴുത്തിൽ പിടിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്. അവരെ ആരോ ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ ആകാം അവരെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അവർ പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്ക് വലിയ കഴുത്ത് വേദനയുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായ പ്രതിഷേധത്തിനിടെയാണ് ഇത് സംഭവിച്ചത്. ഇത് നമുക്ക് ലഭ്യമായ ദൃശ്യങ്ങൾ വെച്ചാണ് നമ്മൾ ഇക്കാര്യം പറയുന്നത്. ഈ ദൃശ്യത്തിലുള്ളത് ഈ KSU പ്രവർത്തകർ അങ്ങോട്ടേക്ക് ഓടിയെടുക്കുന്നുണ്ട്. ഈ മന്ത്രി വരുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഓടിയെടുക്കുന്നുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാർ അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അവർ മന്ത്രിയെ എന്തെങ്കിലും ആക്രമിക്കുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമല്ല എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇപ്പോൾ ലഭിച്ച ദൃശ്യങ്ങളിൽ അത് വ്യക്തമല്ല. ഇനി നമുക്ക് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഒരുപക്ഷേ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ആ കഥ കൃത്യമായി പറയുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഏതായാലും പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ. നിലവിലുള്ള ദൃശ്യങ്ങൾ പ്രകാരം മന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമല്ല. പക്ഷേ പിന്നീട് മന്ത്രി തനിക്ക് ആക്രമണം നേരിട്ടു എന്നും അവർ വിഷമം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ദിവ്യ.